നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വലിയ തോതിൽ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നതായി റിപ്പോർട്ടുകൾ. സൈബർ സുരക്ഷാ രംഗത്തെ പ്രമുഖ കമ്പനിയായ മാൽവെയർബൈറ്റ്സ് ആണ് ഈ ഗൗരവകരമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 1.25 കോടി ഇൻസ്റ്റഗ്രാം ഉപഭോക്താക്കളുടെ വിവരങ്ങളാണ് ചോർന്നത്. ഈ വിവരങ്ങൾ ഇപ്പോൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടൊപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിരവധി ഇൻസ്റ്റഗ്രാം ഉപഭോക്താക്കൾക്ക് ഒരു അതിസാധാരണമായ അനുഭവവും ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും പാസ്വേഡ് റീസെറ്റ് ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന ഇമെയിലുകൾ ലഭിച്ചുവെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആദ്യഘട്ടത്തിൽ ഇത് ഇൻസ്റ്റഗ്രാമിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു താൽക്കാലിക സാങ്കേതിക തകരാറാകാം എന്നാണ് പലരും കരുതിയത്. എന്നാൽ മാൽവെയർബൈറ്റ്സ് പുറത്തുവിട്ട റിപ്പോർട്ടോടെ ഈ സംഭവത്തിനു പിന്നിൽ വലിയ ഒരു സൈബർ ആക്രമണം ഉണ്ടാകാമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം യൂസർ നെയിം, ഇമെയിൽ വിലാസം, ഫോൺ നമ്പർ, ചില സാഹചര്യങ്ങളിൽ ലൊക്കേഷൻ വിവരങ്ങൾ വരെ ചോർന്നിട്ടുണ്ടാകാം എന്നാണ് സൂചന. ഈ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഹാക്കർമാർ അക്കൗണ്ടുകളിലേക്ക് അനധികൃതകരമായ ഭാഗമെന്തെന്നാൽ ഇത്തരം ഡാറ്റ ചോർച്ചകൾ പിന്നീട് വലിയ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വഴിവെക്കുവാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഫിഷിംഗ് ആക്രമണങ്ങൾ, വ്യാജ ലിങ്കുകൾ, വ്യാജ ഇമെയിലുകൾ, അക്കൗണ്ട് കയ്യേറൽ, സാമ്പത്തിക തട്ടിപ്പുകൾ ഇതൊക്കെ തന്നെ ഇത്തരം ചോർന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നടത്തുവാൻ ഹാക്കർമാർക്ക് കഴിയും. അതിനിടെയാണ് ഒരേ സമയം നിരവധി ഉപഭോക്താക്കൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യുവാൻ ഇമെയിലുകൾ ലഭിച്ചതായി സ്ഥിരീകരിച്ചത്. ഇത് യാദർച്ഛികമായ ഒരു സംഭവം അല്ലെന്നാണ് സൈബർ സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. നിങ്ങൾ സ്വയം പാസ്വേഡ് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അത്തരം മെയിലുകളിൽ വരുന്ന ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് എന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ കർശന നിർദ്ദേശം. കാരണം അത്തരം ലിങ്കുകൾ പലപ്പോഴും വ്യാജ വെബ്സൈറ്റുകളിലേക്ക് നയിക്കുകയും അവിടെ നൽകുന്ന ലോഗിൻ വിവരങ്ങൾ നേരിട്ട് സൈബർ അക്രമികൾക്ക് കൈമാറപ്പെടുകയും ചെയ്യും. ഇൻസ്റ്റഗ്രാമിന്റെ മാതൃകമ്പനിയായ മെറ്റ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. ഡാറ്റ എവിടെ നിന്നാണ് ചോർന്നത്, എപ്പോൾ സംഭവിച്ചു, എത്ര ഉപഭോക്താക്കളെ ബാധിച്ചു, ഇവയെക്കുറിച്ചൊന്നും മെറ്റയുടെ ഭാഗത്തു നിന്നും വ്യക്തമായ വിശദീകരണമൊന്നും ലഭിച്ചിട്ടില്ല. ഇത് ഉപഭോക്താക്കളുടെ ആശങ്ക കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. ഇത്തരം സാഹചര്യങ്ങളിൽ ഉപഭോക്താക്കൾക്ക് സൈബർ സുരക്ഷാ വിദഗ്ധർ നൽകുന്ന പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, അപ്രതീക്ഷിതമായി ലഭിക്കുന്ന പാസ്വേഡ് റീസെറ്റ് ഇമെയിലുകൾ അവഗണിക്കുക. രണ്ടാമത്തേതായി, പാസ്വേഡ് മാറ്റേണ്ടതുണ്ടെങ്കിൽ മെയിലിലെ ലിങ്ക് ഉപയോഗിക്കാതെ നേരിട്ട് ഇൻസ്റ്റഗ്രാം ആപ്പിലൂടെയോ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയോ ചെയ്യുക. മൂന്നാമതായി, 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ നിർബന്ധമായും പ്രവർത്തനക്ഷമമാക്കുക. നാലാമതായി, അക്കൗണ്ടിലെ അസാധാരണമായ ലോഗിൻ ആക്ടിവിറ്റികൾ ഉണ്ടോ എന്ന് പതിവായി പരിശോധിക്കുക. സൈബർ ലോകത്ത് ഡാറ്റയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് കമ്പനികളുടെ ഉത്തരവാദിത്തമാണെങ്കിലും സ്വന്തം അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യത കൂടിയാണ്.